എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ സർക്രിക്കിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സൈന്യ വിന്യാസം നടത്തുന്നുള്ളൊരു വാർത്ത ടൈംസ് നൗവാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഗുജറാത്ത് പാകിസ്ഥാൻ അതിനിടയിലുള്ള ഒരു 96 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള സ്ഥലമാണ് സർക്രിക്ക്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഈ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ റെഡിയായി നിൽക്കുന്നത്? നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ശരിക്കും പാകിസ്ഥാൻ അടിച്ച് നിരപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുള്ള വാർത്തയ്ക്ക് അതിനെ ചുക്കാൻ പിടിച്ച മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഇപ്പോൾ ഏകദേശം 1500 അമേരിക്കൻ സൈനികരുണ്ട്. അത് ഈ അമേരിക്കൻ സൈനികർ സർക്രീക്കിലാണോ, പാകിസ്ഥാൻ്റെ വേറെ തല കറാച്ചിയിലാണോ, പെഷവാറിലാണോ, അവർ എവിടെയാണെന്ന് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾക്ക്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അമേരിക്ക ഉടൻ തന്നെ ഇറാനിൽ കയറി അടിക്കാൻ സാധ്യതയുണ്ട്, അത് വലിയ രീതിയിലുള്ള അറ്റാക്കിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എന്നോണമാണ് ഏകദേശം 1500ഓളം അമേരിക്കൻ സൈനികരെ പാകിസ്ഥാനിലോട്ട് അയച്ചത് എന്നുള്ള ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സർക്രീക്കിൽ ഉടൻ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അറ്റാക്ക് നടത്തുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ തരത്തിലുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ സൈനികരെ അവിടെ കൊണ്ടുവന്നത് എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഡാമേജാണ് അമേരിക്കക്ക് പോലും ഇന്ത്യ ഉണ്ടാക്കിയത്. അത് പാകിസ്ഥാൻ അവിടെ നിന്ന് അയച്ച പാകിസ്ഥാൻ ഉപയോഗിച്ച എല്ലാ വെപ്പൺസും അമേരിക്കയുടെയും ചൈനയുടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ ഉപയോഗിച്ച ഒരു ആയുധങ്ങളും ഡ്രോണുകളോ ഒന്നും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ അവിടെ എയറിൽ വെച്ച് തന്നെ ഡിഫ്യൂസ് ആക്കി. പിന്നെ അതുമാത്രമല്ല, ഈ കിരാന ഹിൽസിൽ ആണവോർജ്ജം സൂക്ഷിച്ച സ്ഥലം ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിച്ചു. ആ ആണവോർജ്ജത്തിൻ്റെ യഥാർത്ഥ ഓണർ അമേരിക്കയും സൗദിയും ആണെന്നുള്ള പിന്നീട് വാർത്ത വന്നിരുന്നു. പിന്നെ അത് മാത്രമല്ല, ന്യൂർഖാൻ എയർബേസൊക്കെ ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ സൈനികരാണ്. അപ്പോൾ ന്യൂർഖാൻ എയർബേസൊക്കെ അടിച്ച് ചാമ്പലാക്കിയിരുന്നു ഇന്ത്യ. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കക്ക് നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത്. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഇവിടെയും ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ, അതായത് ഈ കറാച്ചിയിലും അവിടെയൊക്കെ അമേരിക്കക്ക് പലതര സംഭവങ്ങളും അവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിൽ കയറി ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിക്കുകയോ, ഇന്ത്യക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ് എന്തൊക്കെ അമേരിക്കയുടെ എന്തൊക്കെ ഐറ്റംസ് പാകിസ്ഥാനിൽ എവിടെയുണ്ട് എന്നുള്ള പിൻകോഡ് സഹിതം ഇന്ത്യക്ക് അറിയുന്നതുകൊണ്ട് അമേരിക്കക്ക് അറിയാം ഇന്ത്യ എവിടെയും കയറി പൊട്ടിക്കുമെന്ന്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ എന്തെങ്കിലും കയറി അടിച്ചാലോ എന്ന്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അമേരിക്കൻ സൈനികരെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അവിടെ പാകിസ്ഥാൻ ഈ സർക്രിക്കിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നറിയോ? ഏകദേശം 3000ഓളം പാകിസ്ഥാൻ സൈനിക, അതായത് ഓഫീസേഴ്സിനെ, ഈ നല്ല ഹയർ റാങ്കിലുള്ള ഓഫീസേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള നൂതനമായ റഡാർ സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മറൈൻ ബ്രിഗേഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മറൈൻ ബ്രിഗേഡ് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 5000 പേരടങ്ങുന്ന ഒരു മറൈൻ ബ്രിഗേഡ് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ സർക്രിക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം 96 കിലോമീറ്റർ വിസ്തൃതി നിന്നുള്ള ഒരു കടലെടുക്കാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ച, കടലിടയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അറ്റാക്ക് ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ടാണ് ഈ മറൈൻ ബ്രിഗേഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏകദേശം 5000ഓളം ഡ്രോണുകളും അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഗ്രൗണ്ട് ടു എയർ ചെയ്യാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാൻ 4 സബ്മറൈന് ഓർഡർ കൊടുത്തത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പേ കൊടുത്തതാണ് ഓർഡർ. അതായത് ഒന്ന് ചൈനക്കും 3 തുർക്കിക്കുമാണ് ആ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 4 സബ്മറൈൻസും ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, പാകിസ്ഥാൻ്റെ പക്കലുണ്ട്. അതിൻ്റെ പേരാണ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സബ്മറൈൻസ് എന്ന്. അപ്പോൾ ഇന്ത്യ ഇന്ന് കണ്ടില്ലേ, ഇന്ന് ജർമ്മനിയുടെ ഒരു ഡെലിഗേറ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതേ കാറ്റഗറിപ്പെട്ട സബ്മറൈൻസ് ഇന്ത്യ ജർമ്മനിയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടുണ്ട്. ഏകദേശം 2400 കോടി രൂപയുടെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട്, ഈ സർക്രിക്കിലെ ഒരു ഓപ്പറേഷൻ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത്. അപ്പോൾ എന്തുതന്നെയാലും ഈ പാകിസ്ഥാൻ, അതായത് ഇപ്പോൾ അവിടെ പട്ടിണിയും പരുവാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ രീതിയിലുള്ള ഡാമേജ് തന്നെയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ. പാകിസ്ഥാന് മാത്രമല്ല, അമേരിക്കക്കും ചൈനക്കും തുർക്കിക്കും അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് ഇന്ത്യ ഡാമേജ് ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ചാൽ, അവരുടെ വെപ്പൺസാണ് ഇന്ത്യ യൂസ് ചെയ്തത്. ആ വെപ്പൺസിനൊക്കെ കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ മണ്ണിൽ ഒന്നുപോലും ടച്ച് ചെയ്തില്ല. അതെല്ലാം അടിച്ച് ചാമ്പലാക്കി കളഞ്ഞു. നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിലെ ആൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് സമയത്ത് പറഞ്ഞില്ല, ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഇതിന് ഏകദേശം 6ഓളം ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ അടിച്ചിട്ടു. ആ 6 ഫൈറ്റർ ജെറ്റുകൾ 3 അമേരിക്കയുടെ F-16 ആയിരുന്നു, ചൈനയുടെ JF-17 ആയിരുന്നു. ഇത് 3 വെച്ചിട്ടാണ് ഇന്ത്യ അടിച്ചിട്ടത്. അപ്പോൾ അത്രത്തോളം ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ത്യ നമ്മുടെ ലോക്കൽ മെയ്ഡ് ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വെച്ച് അടിച്ചിട്ടത്. അപ്പോൾ ആ സമയത്ത് വലിയ ഡാമേജ് ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ചൈനക്കായാലും അമേരിക്കയിലെ കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് അമേരിക്കൻ സൈനികർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ വെനിസ്വലയിലെ ഒരു ആക്ടിവിറ്റി, അമേരിക്ക അവിടെ വലിയ രീതിയിലുള്ള അവിടെ ഓയിൽ ഫീൽഡുകളൊക്കെ മാനേജ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുഴിച്ചെടുക്കുന്ന ഹാർഡ്
ക്രൂഡ് ഉണ്ടല്ലോ, ഈ ഹാർഡ് ക്രൂഡ് സംസ്കരിക്കണമെങ്കിൽ അമേരിക്കക്ക് അത് കപ്പൽ വഴി കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഇങ്ങനെ സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. 4-5 രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ റഷ്യ ഇൻ കേസ് ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണകളൊക്കെ അമേരിക്ക യൂറോപ്പിൽ ഈ പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് സംസ്കരിക്കാനാണ് പ്ലാനെങ്കിൽ റഷ്യ എന്ത് ചെയ്യും? റഷ്യ ഈ പ്ലാന്റുകളൊക്കെ അടിച്ച് തകർക്കും. അപ്പോൾ അമേരിക്കയുടെ മുന്നിൽ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ ഈ സർക്കിളിൽ ഏകദേശം എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസിൻ്റെ ഇങ്ങനെ ഒരു ഓയിൽ പ്ലാന്റ് ഉണ്ട്. ആ ഓയിൽ പ്ലാന്റ് അടിച്ച് കളയുന്നത് കുറച്ച് നാൾ മുന്നേ പറഞ്ഞില്ലേ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും നമ്മുടെ ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ജാംനഗറിലുള്ള ഓയിൽ റിഫൈനറി അടിച്ച് തകർക്കും എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അതായത് ഇൻ കേസ് എന്തെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ വിസമ്മതിച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഭാവിയിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് റിഫൈനറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സർക്രീക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക വിന്യാസത്തിന് പിന്നിൽ നമ്മുടെ ഓയിൽ റിഫൈൻ ഗുജറാത്ത്, അതായത് ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക കുതിപ്പിന് ഉതകുന്ന ഒരു സംഭവമാണ്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റിലയൻസിൻ്റെ ആ ഓയിൽ റിഫൈനറി. അത് അടിച്ച് തകർക്കാനാണോ അമേരിക്കയും ഇവരൊക്കെ ചേർന്ന് പരിപാടി ഇടുന്നത് എന്ന് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ റിഫൈനറിക്ക് വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ ഇതിന് ശേഷം, അതായത് ഈ സർക്രിക്കൽ പാകിസ്ഥാനി സൈനിക വിന്യാസം നടത്തിയതിന് ശേഷം ഈ ബ്രഹ്മോസ്, റഫേൽ അങ്ങനെയുള്ള പല പല പരിപാടികളും അവിടെ ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരായ എവിടെ കയറി അടിക്കണമെന്ന്. അപ്പോൾ ഈ പാകിസ്ഥാൻ സൈനികരുടെ ഒരു സാന്നിധ്യം ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ല നേരത്തെ പറഞ്ഞ മാതിരി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാതിരി ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ടാണോ അത്തരത്തിൽ ഇൻസ്റ്റാളേഷൻ അവിടെ നടത്തിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടൻ തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു വക്താവ് പറഞ്ഞത്. അതായത് ഒരിക്കലും അത് അവസാനിച്ചിട്ടില്ല, നമ്മൾ ടെമ്പററി അത് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷം അത് വീണ്ടും തുടങ്ങുമെന്ന് അന്ന് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കണം, പാകിസ്ഥാൻ നാണക്കേട്, ഓപ്പറേഷൻ സിന്ദൂരിലുണ്ടായ നാണക്കേട് മായ്ച്ചു കളയണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയൊക്കെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെയും ചൈനയ്ക്ക് റഡാർ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ എയർ അറ്റാക്കിനാണ് വരെ ഭയപ്പെടുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ കണ്ടില്ലേ, നമ്മൾ പ്രിസൈസ് അറ്റാക്കാണ് ചെയ്തത്. അതായത് സിവിലിയൻസിന് ഒരു ഡാമേജ് ഉണ്ടായില്ല. ലഷ്കറിൻ്റെ ആയാലും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ നമുക്ക് ബോംബിട്ട് പ്രിസിഷൻ അറ്റാക്കായിരുന്നു. നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഉപയോഗിച്ച് പ്രിസൈസ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്തത്. നിങ്ങൾ ആ പിക്ചറൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ജെയ്ഷയുടെ ലഷ്കറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പുറത്തൊരു ഡാമേജുള്ള ആ ഒരു സർക്കിളിൽ മാത്രമാണ് കറക്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് അറ്റാക്ക് ചെയ്യുന്ന വരെയാണ്. അത്രയും പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ക്യാരി ഔട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഈ സർക്കിളിൽ റഡാറൊക്കെ വെച്ചതിന് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ എയർ അറ്റാക്കിനെയാണ് അവർ ഭയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും ഇന്ത്യ എന്തെങ്കിലും ഗുജറാത്തിലെ റിഫൈനറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഈ കറാച്ചി ആയിരിക്കും. കറാച്ചി ചുട്ട് ചാമ്പലാക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി തന്നെ ആയിരിക്കും ഇന്ത്യ റഫേലും ഈ ബ്രഹ്മോസും അത്രയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും നമ്മളും സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന്, അതായത് അമേരിക്കയാണ് ഇവർക്ക് വേണ്ടി ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്കൻ അംബാസിഡർ സെർജിയോ കോറൊക്കെ വന്നിട്ട് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയോട് സംസാരിച്ചു കണ്ടു. അതായത് വലിയ രീതിയിലുള്ള വ്യാപാരബന്ധമായിട്ട് മുന്നോട്ട് പോകണം, നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്താണ് ഇന്ത്യ എന്നൊക്കെ വലിയ രീതിയിൽ ബീമ്പടിക്കും ഒരു സൈഡിൽ നിന്ന്. മറു സൈഡിൽ നിന്ന് ഇന്ത്യക്കെതിരെ 25% എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സർക്കിളിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്താൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ എല്ലാം ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിലൊക്കെ അമേരിക്കയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇത് എത്രത്തോളം മുന്നോട്ട് പോകും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ